ചൈന സന്ദർശനം അവസാനിക്കും മുമ്പാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള സാധ്യതകളെ പറ്റിയൊക്കെ തുറന്നു പറഞ്ഞത്. സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുള്ള ഒരു നയതന്ത്ര ചർച്ചകളിലൂടെയൊക്കെ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് താൻ ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്ഷൻ എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ, അതായത് സൈനിക നടപടികളിലൂടെ അല്ലാതെ ഇത് അവസാനിപ്പിക്കുവാൻ മറ്റു മാർഗമില്ല. അതേസമയം ടണലിന്റെ ഒരറ്റത്ത് ആ ഒരു വെളിച്ചം കാണുവാൻ സാധിക്കുന്നുണ്ടെന്ന് പുടിൻ പറയുന്നു. അത് പ്രതീക്ഷയുടെ ഒരു വെളിച്ചമായിരിക്കാം പുടിൻ ഉദ്ദേശിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുവാൻ അമേരിക്ക ആത്മാർത്ഥമായി നടത്തിയ ശ്രമങ്ങൾ പുടിൻ എടുത്തു പറയുകയും ചെയ്തു. മുൻ പ്രസിഡന്റുമാരെ പോലെ പ്രസ്താവനയിൽ കാര്യങ്ങൾ ഒതുക്കുന്ന പ്രസിഡന്റ് അല്ല ഡൊണാൾഡ് ട്രംപ് എന്നാണ് തനിക്ക് അനുഭവപ്പെടുന്നതെന്നാണ് പുടിൻ ചൈനയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത്. മോസ്കോയിൽ എത്തിയാൽ സെലൻസ്കിയുമായിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണ്. പക്ഷേ വെറുതെ വന്നിട്ട് കാര്യമില്ല, നന്നായിട്ട് ഗ്രഹപാഠം ചെയ്ത് തയ്യാറായിട്ട് വരണം എന്നാണ് പുടിന്റെ ഡിമാൻഡ്. ചർച്ചകൾ നല്ല റിസൾട്ട് കൊണ്ടുവരുവാൻ സാധിക്കുകയും വേണം. അതേസമയം ഈ മോസ്കോ കൂടിക്കാഴ്ച എന്ന ഈ പുടിന്റെ നിർദ്ദേശം യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സെലൻസ്കി ഒരു വശത്ത് ഈ സാധ്യതയുള്ള ഒരു ഡീലിനായി പുടിനുമായി ഒരു ചർച്ചയ്ക്ക് ഏറെ നാളായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.